ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. അവരെക്കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുൻപാകെ വലിയതായി തീർന്നിരിക്കൊണ്ട് ഞങ്ങൾ ആ സ്ഥലത്തെ നശിപ്പിക്കും. അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ലോത്ത് ചെന്ന് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവീൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവൻ്റെ മരുമക്കൾക്ക് തോന്നി. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിലെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്കുപിടിച്ച് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി ആക്കി. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവർ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയുമരുത്, നിനക്കു നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ, നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ. എൻ്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയില്ല, പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും. ഇതാ, ഈ പട്ടണം സമീപമാകുന്നു, അവിടേക്ക് എനിക്ക് ഓടാം, അത് ചെറിയതുമാകുന്നു, ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ, അത് ചെറിയതല്ലോ, എന്നാൽ എനിക്ക് ജീവരക്ഷയുണ്ടാകും. അവൻ അവനോട്, ഇക്കാര്യത്തിലും ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു, നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ചു കളയുകയില്ല. ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോക, നീ അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പട്ടണത്തിന് സോവോർ എന്ന് പേരായി. ലോത്ത് സോവോരിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു.